ഇന്ന് രാവിലെ തന്നെ ബൈക്ക് സർവീസ് ചെയ്യാനായിട്ട് തൃശ്ശൂർക്ക് വന്നേക്കണ്ട 3176 കിലോമീറ്റർ ആയിട്ട് എൻ്റെ ബൈക്ക്. അപ്പോൾ എന്തായാലും സെക്കൻഡ് സർവീസ് ആണെന്ന്. അപ്പോൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 8 മണിയാകുമ്പോൾ എന്നോട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള നമ്മുടെ ഷോറൂമിലേക്ക് വന്നു. ഇവിടുത്തെ പുതിയ വണ്ടികളുടെ കളക്ഷനൊക്കെ ഒന്ന് കാണാനായിട്ട്. ഹൺഡ്രഡിൻ്റെയൊക്കെ പുതിയ മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു. ടാക്സി ബൈക്ക് കുരിയച്ചേരാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനിങ്ങനെ നടന്നപ്പോഴേക്കും അവിടെ സർവീസ് സെൻറ്റർ ഓപ്പൺ ആക്കി ആ ചേട്ടൻ വേഗം ഓടി അതിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ AC ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ചെന്നപ്പോൾ ഓൺ ആക്കിയുള്ളൂ. അപ്പോൾ അത് ചൂടെടുക്കണ കാരണം നേരെ ബാഗ് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് AC-യുടെ തൊട്ട് മുന്നിൽ വന്ന് ഇരിക്കുകയാണ്. കാരണം ഭയങ്കര ഹ്യൂമിഡിറ്റി, വേർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് സമയം പോണത് എന്താ പറയുക, ഒരു കണക്കിലാണ് പോയോണ്ടിരുന്നത്. 11:30 ആവാറായി, 11 മണിയായി. അപ്പോഴും ഞാനും എൻ്റെ ഹെൽമെറ്റും കൂടി ഇങ്ങനെ TVയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 11:15 ആയിപ്പിക്കാൻ ചേട്ടൻ വന്ന് പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ടെന്ന്. സർവീസ് ഒന്നും കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. പക്ഷേ വാഷിങ് മാത്രം എനിക്ക് ഇഷ്ടപ്പെടാനില്ല. വാഷിങ്ങിന് കുറേ സമയം എടുക്കുന്നുണ്ട്, പക്ഷേ വാഷ് ചെയ്യുന്നത് അത്ര അടിപൊളിയാവുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം എനിക്കൊരു ഇതുള്ളൂ. പക്ഷേ സർവീസൊക്കെ പക്കയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 11:24 ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ പോവാണ് ഞാൻ നേരെ നമ്മുടെ വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് മിഡു ജാക്കറ്റ് എന്തായാലും ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഴിയിലിറങ്ങി വീണ്ടും അതും ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ഹെൽമെറ്റ് ഭയങ്കര ടൈറ്റാണ്. ഈ ഹെൽമെറ്റ് മൂത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റിയൊക്കെയാണ്, പക്ഷെ ഭയങ്കര ടൈറ്റ്. നമ്മുടെ ഈ കൗളൊക്കെ ഉണ്ടാവും, ബോൾ പോലെ ഇങ്ങനെ വീർത്ത് പുറത്തേക്ക് തള്ളിയിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇങ്ങനെ എക്സസൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്ന വഴിക്ക് പാലിയേക്കര ടോളിൻ്റെ അവിടെ വണ്ടി നിർത്തി വീണ്ടും ഇതേപോലെ ഒരു മൊത്തം എക്സസൈസും കാര്യങ്ങളൊക്കെ നടത്തി. കാരണം കഴുത്തൊക്കെ വേനെടുക്കണം. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഹെൽമെറ്റ് ഓവർ ടൈറ്റായി പോയോണ്ടാണോ എന്താണെന്നോ ആവോ. എന്തായാലും വെക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യണം. അപ്പോൾ എന്തായാലും പാലിയേക്കര ടോളിൻ്റെ അവിടെ നിർത്തി. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. സാധാരണ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് വഴിയിലിപ്പോൾ. പേരാമ്പ്ര സൈഡിൽ അങ്ങനെയുള്ള 1-2 പാലങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, പുതിയ പാലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ബ്ലോക്കിലൊക്കെ നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്ന വഴിക്കൊന്ന് മുരിങ്ങൂര് വണ്ടി നിർത്തി അവിടെ തത്ത ബേക്കറി കയറിയിട്ട് അവിടെ നിന്ന് ഇത്തിരി പഴംപൊരിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പിള്ളേർക്ക് 2 ടോയ് കാർ പോലത്തെ കുഞ്ഞ് ജീരക മിഠായി വണ്ടിയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് എത്തി. ഞാൻ തേങ്ങ പൊതിക്കായിരുന്നു. അതിനെന്റെ വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി ടയറിനൊക്കെ കയറും. വണ്ടിയുടെ സർവീസ് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്യൂ ഒന്നും ഈ ഗ്ലാസ്സിലൊക്കെ ഡീസൽ ഇട്ട് തുടങ്ങി എന്ത് ചെയ്തു മഞ്ഞ് കാണുന്നു, കളറുകൾ പച്ചയും മഞ്ഞയും കളറൊക്കെ തന്നെ. ശരി സൈഡിൽ നിന്നുണ്ട്. എന്തായാലും കൊള്ളാം. എനിക്ക് വാഷിങ് അത്ര ഇതൊന്നും എടുത്ത് നോക്കി ചെളിക്കിരിക്കാൻ അങ്ങനെ വന്ന വഴിക്ക് ഞാൻ അത്യാവശ്യം സ്പീഡിലായിരുന്നു. ഒരു പയ്യൻ ഹെൽമെറ്റ് ആക്റ്റീവയുടെ മുകളിൽ ഇങ്ങനെ വെച്ചാണ്, അതായത് വണ്ടി ഇങ്ങോട്ട് ചരിച്ചാ വെച്ചാണ് റോഡ് സൈഡിലേക്ക്. എന്നിട്ട് അവിടെ ഹെൽമെറ്റ് അവൻ ചരിച്ചു. ഹെൽമെറ്റ് പെട്ടെന്ന് റോഡിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പിടിച്ചാൽ നിൽക്കൊന്നുമില്ല, തൊട്ടടുത്താണ്. വണ്ടിയുടെ ഏതോ ഒരു പാത്രം പേടിച്ചു, ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട്, പൊട്ടിത്തെറിച്ചു. വിചാരിച്ചു കഴിഞ്ഞു. അല്ല ചെക്കൻ ഉണ്ടായിരുന്നു അവിടെ. ചെക്കൻ സൈഡിൽ വണ്ടി വെച്ചിട്ട് ഹെൽമെറ്റ് നടന്നു പക്ഷെ ഹെൽമെറ്റ് ഉരുണ്ട് റോഡിലേക്ക് പോകുന്ന ഹൈവേയിലേക്ക്. വണ്ടി എങ്ങനെ ചെരിഞ്ഞായിരുന്നെങ്കിലോ. എന്റെ ഉള്ളൊരാന്തി, പക്ഷെ ഒന്നും പറ്റിയില്ല. എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോ അത് ഫ്ലോക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവും, വെയിറ്റ് അധികം ഇല്ലാത്തോണ്ട്. ഇവിടെ എവിടെയോ ഒന്ന് അടിച്ചു അത് ഗ്ലാസ് ഒക്കെ പൊട്ടി ഹെൽമെറ്റിന്റെ തെറിച്ചു വിടും സൈഡിലേക്ക്. വണ്ടി നിർത്തിയായിരുന്നില്ലേ ചോദിച്ചാ പറഞ്ഞാ എന്തുട്ടാ പറയണേ? പറയാ മണ്ണറിയല്ലേ. അപ്പൊ അങ്ങനെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി. ഇനി കുറച്ചു നേരം റെസ്റ്റ്. വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. ഗ്രേസിന് സ്റ്റീവിനെ വിളിച്ചിട്ടുണ്ട്, വന്നില്ല രണ്ടും. ഗ്രേസ് ഒന്നുമില്ല.
അതാണ് മിടുവിന്റെ പ്രത്യേകത. പോയി ഇങ്ങനെ വരുമ്പോ തണുത്തൊരു വെള്ളം കൊണ്ടുവരും. ഇത് പിടിക്കോ തട്ടി പറയും. ഇത് പഴംപൊരിയും ഉണ്ണിയപ്പോ ഇതിലുണ്ട്. ആ ഇത് കട്ട്ലേറ്റ്. അമ്മയ്ക്ക് കൊടുത്തോ? പഴംപൊരി കൊണ്ട് കൊടുക്കണം. ഞാൻ പുറത്ത് വഴിയിൽ ഒന്നും കുടിച്ചില്ല കേട്ടോ. ആ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദൂരാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. ചെണ്ണോ ചേച്ചിയും പൊട്ടിച്ചു കൊടുത്തേ കൊച്ചിന്. ആ എന്നെ ഇവിടെ ടിവിയും VCR ഒക്കെ ആക്കി കളിച്ചുകൊണ്ടിരിക്കുക. ഇടയിൽ വീടും ആക്കുന്നുണ്ട്. കൊല്ലാണ്ട് ഇരുന്നാ മതി. ആ കൊച്ചിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ. അതെന്തോ കാര്യം ചെയ്യാൻ വേണ്ടി കൊറേ നേരം വെയിറ്റ് ചെയ്യണേ. അയ്യോ അമ്മേന്റെ കാല് വേണ്ട, അമ്മ കറിയും ചോറും വെക്കാൻ പോ. വന്നിട്ടുള്ള കളിയും ചാട്ടവും അത് കഴിഞ്ഞ് പിന്നെ അവര് TV വെച്ചു. അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ പതുക്കനെ ഉറങ്ങിപ്പോയി. കുറച്ചേരം അവിടെ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞത് കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും മിടുവിടെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അയില ഫ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മാങ്ങക്കറി. അപ്പം അത് രണ്ടും കണ്ടപ്പോൾ തന്നെ വിശപ്പ് കൂടി. നേരെ ഇച്ചിരി നമ്മുടെ മിടു സ്പെഷ്യൽ അച്ചാറും കൂട്ടി ഇത്തിരി ചോറ് എടുത്തതേ കഴിക്കാനായിട്ട് പോകാണ്ട. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പട്ടിണിയാണ്. ഇന്ന് രാവിലെ തുടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല ശരിക്കും. അപ്പം എന്തായാലും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി നേരെ ചോറുണ്ടലാണ് അടുത്ത നമ്മുടെ പരിപാടി. മിടുവിൻ്റെ ഈ മാങ്ങച്ചാറ് ഭയങ്കര സംഭവം ഉണ്ടോ, നല്ല രസമാണ്, ഭയങ്കര ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അത് കഴിച്ചു നോക്കിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ സുഭിക്ഷമായി ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസം, വിശന്നിങ്ങനെ ഇരിക്കുന്നിടത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന പരിപാടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ആ നാച്ചുറൽ ഒറിജിനൽ സൗണ്ട് ഇടുന്നതാണ് എപ്പോഴും ഇഷ്ടം. അല്ലെങ്കിൽ മ്യൂസിക് ഇടാം, അതാണ് ഞാൻ ഇപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും പാട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ വോയിസ് ഓവറിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ വോയിസ് ഓവറായി പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മീനിൻ്റെ മുള്ളൊക്കെ മാറ്റി ഇങ്ങനെ നമ്മുടെ അയിലേനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിന്നിപ്പോൾ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സീനൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വോയിസ് ഓവർ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളൂ. അടുത്ത ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ നല്ല വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ചോറുണ്ടട്ടെ ഇനി ആദ്യം. നമ്മുടെ മീൻ ടാങ്ക് വൃത്തിയാക്കിയിട്ട് ഇതേ കുറച്ച് ദിവസം 2-3 ദിവസമായിട്ടുള്ളെങ്കിലും മീൻ ടാങ്കിൻ്റെ അടിയിലൊക്കെ ഫുൾ പായൽ പിടിച്ചിട്ട്. കാരണം നല്ല വെയിലടിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പായലാണ് ഇതിൻ്റെ ഉള്ളിൽ നിറയുന്നത്. പക്ഷേ ആ പായൽ നിറഞ്ഞ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അത് നോർമൽ ഒരു കുളത്തിൻ്റെ അടിയിലുള്ള അവസ്ഥ പോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ 8 മാസം വെള്ളം മാറ്റിയ അക്കുറിയാണ് ഈ കാണുന്നത്. വണ്ടിയുടെ പിന്നിലത്തെ ബോക്സൊക്കെ ഞാൻ സർവീസിന് പോയി ഊരി താഴെ വെച്ചേക്കായിരുന്നു. അത് തിരിച്ച് ഫിറ്റ് ചെയ്യണം, അത് ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിപ്പിക്കും. ഇനി നമ്മുടെ ചെടികളും പുല്ലും നനയ്ക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മളന്ന് ചെടിയൊക്കെ കട്ട് ചെയ്തിരുന്നുവല്ലോ, ഈ പച്ച കളറിലുള്ള ഈ മരം പോലെ നിൽക്കുന്ന ചെടി. ആ കട്ട് ചെയ്ത ചെടികൾ ഒരു 99% ചെടിയും പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ആ വെട്ടിയ ഓരോ സ്ഥലത്തുനിന്നും അത് എന്താ പറയുക നല്ല ലൈറ്റ് ഗ്രീൻ കളറിൽ പൊട്ടി മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ ഇതൊന്നല്ല, ചിലതിൻ്റെയൊക്കെ നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത്തിരി താത്തി ഇവിടെ വെട്ടായിരുന്നു. അപ്പോൾ ഒരു വേറൊരു വ്യൂ ആയിരുന്നു. ഞാൻ വീഡിയോ എന്നോട് കുറേ പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് എന്തോ താത്തി വെട്ടാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ നിർത്തിയത്. എന്തായാലും എല്ലാവരും പൊട്ടി മുളച്ചിട്ടുണ്ട്. നല്ല ആ ഒരു വെട്ടിയെടുത്ത് മാത്രമല്ല വെട്ടാത്ത സ്ഥലത്തും അപ്പോൾ അതേപോലെ ചെറിയ ലൈറ്റ് കളറിൽ അതിൽ ഇങ്ങനെ എതൽപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എനിക്ക് മനസ്സിന് സന്തോഷം തന്നെ ഒരു സമയമുണ്ടായി ഈ നനയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ കുറച്ച് നേരം എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര രസമാണ്. ആ വെള്ളം വീഴുന്ന സൗണ്ടും അവരുടെ സന്തോഷവും നമ്മുടെ സന്തോഷം ഒക്കെ ഒരു വ്യത്യസ്തമാണ് ശരിക്കും. പിന്നെ നമ്മൾ അന്ന് മാറ്റി കുഴിച്ചിട്ടിരുന്നല്ലോ ഒരു ചെടി.
യെല്ലോ കളറ് അത് പിടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെള്ളം കൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ ഇനിയും കുറച്ചുകൂടി കൊഴിഞ്ഞു പോകാനുണ്ട്. പുതിയ ഇലകൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഉള്ള ഇലകൾ ഇതേ നീർന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചെടി നനച്ച് കഴിയുമ്പോൾ ചായ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കിടക്കുന്നത് ഏലക്കായ ഉണ്ടാ. ഇവിടെ നിന്നിട്ടായാലും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്തൊരു വ്യൂ, ഒരു പ്രത്യേക വ്യൂ ഉണ്ടോ. അത് മാത്രമല്ല അവിടുത്തെ ആ ഒരു കിളികളുടെ ശബ്ദവും എല്ലാം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ആ കിളിയുടെ ശബ്ദം കേട്ടോ, നല്ല സൂപ്പറല്ലേ. അങ്ങനെ നമ്മൾ പതിവ് പോലെ ഇവിടേക്ക് എത്തി. നമ്മുടെ കോഴിഷെഡിലേക്ക് എല്ലാവർക്കും തീറ്റ കൊടുത്ത് എല്ലാവരും സന്തോഷമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ട പറക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ട അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തപ്പി കണ്ട് പിടിക്കണം. അവർ മാത്രം എന്താ അവിടെ പോയി തിന്നണേ? അവിടെ എന്തുണ്ടായിട്ടാ? സൂര്യൻ അസ്തമിക്കാൻ പോണ്. അപ്പോൾ ഇനി പള്ളിയിൽ പോകണ്ട. സമയം 5:45, 6 മണിക്കാണ് കുർബാന. എല്ലാവരും റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കാണ് പോകാനായിട്ട്. അപ്പോൾ ഇനി പള്ളിയിൽ രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് കുർബാന ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ കുർബാന ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ വരുന്നത് ഈ പള്ളിയിലേക്കാണ്. ഇത് നമ്മുടെ മറിയം ത്രേസ്യയുടെ ഖബറുടെ ദേവാലയം ഉണ്ടോ. അപ്പോൾ കുർബാനയ്ക്കൊക്കെ കയറി അത് കഴിഞ്ഞത് കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ.